തലേന്ന് ബാക്കി വന്ന എല്ല് കറിയിലേക്ക് വേവിച്ച് വെച്ച കപ്പ ദാ ഇതുപോലെ ഇട്ട് ഇളക്കി നോക്കിയിട്ടുണ്ടോ? അടിപൊളിയാണ്. അപ്പോൾ ആദ്യം ഒരു അരപ്പുണ്ടാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി ചിരവിയ തേങ്ങ, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, 4-5 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇനി ഇതെല്ലാം പൾസ് മോഡിലിട്ട് ഒരുപാടൊന്നും അരഞ്ഞു പോവാതെ ദാ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കാം. ഇനി ബാക്കി വന്ന എല്ല് കറി അടുപ്പിൽ വെച്ച് ഒന്ന് ഇളക്കി ചൂടാക്കി അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് വേവിച്ച കപ്പയും ഇട്ട് കൊടുത്ത് നമ്മൾ ഒതുക്കി വെച്ച തേങ്ങാ മിക്സും ചേർത്ത് നല്ല ബലമുള്ളത് ഇതുപോലത്തെ ഒരു തവി വെച്ച് ഈ കപ്പയെല്ലാം നന്നായി ഉടച്ച് ഈ ഗ്രേവിയിലേക്ക് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഈ സമയം ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പും ചേർത്ത് ഒന്നുകൂടെ നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കപ്പയെല്ലാം വെന്തുടഞ്ഞ് വരുന്നതായി ഈ ഒരു പരുവമായാൽ നമ്മുടെ എല്ലും കപ്പയും റെഡി. ഒരു കട്ടനൊക്കെ അടിച്ച് ഇതും കഴിച്ച് ആ ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കണം. പുറത്ത് ചെറിയൊരു മഴയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനെ ഇപ്പോൾ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.